ഒന്ന്. ദക്ഷിണാർദ്ധഗോളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ രാജ്യം ഏത്? ദക്ഷിണാർദ്ധഗോളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ രാജ്യം ഏത്? ഉത്തരം ബ്രസീൽ. 2. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച വർഷം എന്ന്? മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച വർഷം എന്ന്? ഉത്തരം 1891. 3. ചൈനീസ് റിപ്പബ്ലിക്കിന്റെ പിതാവ് ആര്? ചൈനീസ് റിപ്പബ്ലിക്കിന്റെ പിതാവ് ആര്? ഉത്തരം സൺ യാത് സെൻ. 4. കൊച്ചി തുറമുഖം രൂപം കൊണ്ട വർഷം എന്ന്? കൊച്ചി തുറമുഖം രൂപം കൊണ്ട വർഷം എന്ന്? ഉത്തരം 1341. 5. ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം എത്ര? ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം എത്ര? ഉത്തരം 62 വയസ്സ്. 6. ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യമുള്ള രാജ്യം ഏത്? ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യമുള്ള രാജ്യം ഏത്? ഉത്തരം ചൈന, പീപ്പിൾസ് ലിബറേഷൻ ആർമി. 7. സൈമൺ കമ്മീഷൻ രൂപം കൊണ്ട വർഷം? സൈമൺ കമ്മീഷൻ രൂപം കൊണ്ട വർഷം? ഉത്തരം 1927. 8. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആര്? കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആര്? ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി. 9. പോളിയോ തുള്ളിമരുന്നിന്റെ ഉപജ്ഞാതാവ് ആര്? പോളിയോ തുള്ളിമരുന്നിന്റെ ഉപജ്ഞാതാവ് ആര്? ഉത്തരം ആൽബർട്ട് സാബിൻ. 10. മഹാകാവ്യം എഴുതാതെ മഹാകവി പദവി നേടിയത് ആര്? മഹാകാവ്യം എഴുതാതെ മഹാകവി പദവി നേടിയത് ആര്? ഉത്തരം കുമാരനാശാൻ. 11. ഇന്ത്യയുടെ ആദ്യത്തെ മുസ്ലിം രാഷ്ട്രപതി ആര്? ഇന്ത്യയുടെ ആദ്യത്തെ മുസ്ലിം രാഷ്ട്രപതി ആര്? ഉത്തരം സക്കീർ ഹുസൈൻ. 12. ലോകത്താദ്യമായി മൂല്യവർദ്ധിത നികുതി നടപ്പാക്കിയ രാജ്യം ഏത്? ലോകത്താദ്യമായി മൂല്യവർദ്ധിത നികുതി നടപ്പാക്കിയ രാജ്യം ഏത്? ഉത്തരം ഫ്രാൻസ്. 13. ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്തിലാണ് അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്തിലാണ് അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഉത്തരം ഭാഗം 18. 14. ആവർത്തന പട്ടികയിൽ എത്ര ഗ്രൂപ്പുകളുണ്ട്? ആവർത്തന പട്ടികയിൽ എത്ര ഗ്രൂപ്പുകളുണ്ട്? ഉത്തരം 18 ഗ്രൂപ്പുകൾ. 15. മഹാകവി ഉള്ളൂർ ജനിച്ച വർഷം? മഹാകവി ഉള്ളൂർ ജനിച്ച വർഷം? ഉത്തരം 1877. 16. ഇന്ത്യയുടെ ആദ്യത്തെ നാവികസേനാ മേധാവി ആര്? ഇന്ത്യയുടെ ആദ്യത്തെ നാവികസേനാ മേധാവി ആര്? ഉത്തരം RD ഖത്രി. 17. കേന്ദ്രമന്ത്രിസഭാംഗങ്ങൾക്ക് വ്യക്തിപരമായ ഉത്തരവാദിത്യം ആരോടാണ്? കേന്ദ്രമന്ത്രിസഭാംഗങ്ങൾക്ക് വ്യക്തിപരമായ ഉത്തരവാദിത്യം ആരോടാണ്? ഉത്തരം പ്രധാനമന്ത്രിയോട്. 18. കേരള പ്രസ് അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ ആര്? കേരള പ്രസ് അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ ആര്? ഉത്തരം KA ദാമോദര മേനോൻ. 19. കലിംഗ എന്ന പ്രദേശം ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? കലിംഗ എന്ന പ്രദേശം ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്തരം ഒറീസ. 20. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശയാത്ര വിമാനം ഏത്? ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശയാത്ര വിമാനം ഏത്? ഉത്തരം സരസ്. 21. മനുഷ്യ ശരീരത്തിന്റെ വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏത്? മനുഷ്യ ശരീരത്തിന്റെ വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏത്? ഉത്തരം ഗ്രേത്ത് ഹോർമോൺ. 22. മഹാത്മാ എന്ന് ആദ്യമായി ഗാന്ധിജിയെ സംബോധനം ചെയ്തത് ആര്? മഹാത്മാ എന്ന് ആദ്യമായി ഗാന്ധിജിയെ സംബോധനം ചെയ്തത് ആര്? ഉത്തരം ടാഗോർ. 23. ഇന്ത്യയുടെ ആദ്യ ഭൂപടം തയ്യാറാക്കിയത് ആര്? ഇന്ത്യയുടെ ആദ്യ ഭൂപടം തയ്യാറാക്കിയത് ആര്? ഉത്തരം ഡോക്ടർ R. വില്ലേ. 24. സിലിക്കോസിസ് എന്ന രോഗം ബാധിക്കുന്നത് എവിടെ പണിയെടുക്കുന്നവർക്കാണ്? സിലിക്കോസിസ് എന്ന രോഗം ബാധിക്കുന്നത് എവിടെ പണിയെടുക്കുന്നവർക്കാണ്? ഉത്തരം പാറമടകളിൽ. 25. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ആര്? ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. 26. അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് ആര്? അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് ആര്? ഉത്തരം ഡോക്ടർ സക്കീർ ഹുസൈൻ. 27. സാർക്ക് സമ്മേളനത്തിന് വേദിയായ ആദ്യ ഇന്ത്യൻ നഗരം ഏത്? സാർക്ക് സമ്മേളനത്തിന് വേദിയായ ആദ്യ ഇന്ത്യൻ നഗരം ഏത്? ഉത്തരം ബാംഗ്ലൂർ. 28. കുഞ്ഞാലിമരക്കാരെ വധിച്ചത് ആര്? കുഞ്ഞാലിമരക്കാരെ വധിച്ചത് ആര്? ഉത്തരം പോർച്ചുഗീസുകാർ. 29. ഇന്ത്യയുടെ വാനമ്പാടി എന്ന് വിളിച്ചത് ആര്? ഇന്ത്യയുടെ വാനമ്പാടി എന്ന് വിളിച്ചത് ആര്? ഉത്തരം സരോജിനി നായിഡു. 30. ലോകത്ത് ആദ്യമായി പരുത്തി കൃഷി ചെയ്തത്? ലോകത്ത് ആദ്യമായി പരുത്തി കൃഷി ചെയ്തത് എവിടെ? ഉത്തരം സിന്ധു നദീതട നിവാസികളാണ് ലോകത്ത് ആദ്യമായി പരുത്തി കൃഷി ചെയ്തത്.
31. ജ്ഞാനപീഠം നേടിയ ആദ്യത്തെ കാശ്മീരി സാഹിത്യകാരൻ ആര്? ജ്ഞാനപീഠം നേടിയ ആദ്യത്തെ കാശ്മീരി സാഹിത്യകാരൻ ആര്? ഉത്തരം റഹ്മാൻ റഹീം. 32. ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോമിക് റിയാക്ടർ. ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോമിക് റിയാക്ടർ. ഉത്തരം അപ്സര. 33. മഹാവീരൻ അന്ത്യശ്വാസം വലിച്ച പാവപ്പൂരി ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ബീഹാർ. 34. 1959 ക്യൂബയിൽ നടന്ന വിപ്ലവത്തിന്റെ നേതാവ് ആര്? 1959 ക്യൂബയിൽ നടന്ന വിപ്ലവത്തിന്റെ നേതാവ് ആര്? ഉത്തരം ഫിഡൽ കാസ്ട്രോ. 35. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം. ഉത്തരം സച്ചിദാനന്ദ സിൻഹ. 36. 1969 ബാങ്കുകൾ ദേശസൽക്കരിച്ചപ്പോൾ ധനമന്ത്രി ആരാണ്? 1969 ബാങ്കുകൾ ദേശസൽക്കരിച്ചപ്പോൾ അന്നത്തെ ധനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. 37. ഇന്ത്യയുടെ ഇലക്ട്രോണിക് സിറ്റി എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ഇലക്ട്രോണിക് സിറ്റി എന്നറിയപ്പെടുന്നത്. ഉത്തരം ബാംഗ്ലൂർ. 38. കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത്. കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത്. ഉത്തരം തകഴി. 39. കുത്തബ് മിനാറിന്റെ ഏറ്റവും മുകളിലത്തെ നില പുതുക്കി നിർമ്മിച്ചത് ആര്? കുത്തബ് മിനാറിന്റെ ഏറ്റവും മുകളിലത്തെ നില പുതുക്കി നിർമ്മിച്ചത് ആര്? ഉത്തരം ഫിറോസ് ഷാ തുഗ്ലക്. 40. ആസാമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏതു മൃഗത്തിനാണ് പ്രസിദ്ധം? ആസാമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏതു മൃഗത്തിനാണ് പ്രസിദ്ധം? ഉത്തരം ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. 41. ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത്. ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത്. ഉത്തരം തണ്ണീർത്തടങ്ങൾ. 42. ബംഗ്ലാദേശിന്റെ രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ബംഗ്ലാദേശിന്റെ രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഉത്തരം ഇന്ദിരാഗാന്ധി. 43. കേരളത്തിൽ ഉരു നിർമ്മാണത്തിന് പ്രസിദ്ധമായ സ്ഥലം. കേരളത്തിൽ ഉരു നിർമ്മാണത്തിന് പ്രസിദ്ധമായ സ്ഥലം. ഉത്തരം ബേപ്പൂർ. 44. പൂർണ്ണമായും സമുദ്രനിരപ്പിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന വൻകര ഏത്? പൂർണ്ണമായും സമുദ്രനിരപ്പിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന വൻകര ഏത്? ഉത്തരം അന്റാർട്ടിക്ക. 45. സംസ്ഥാന സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാന സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നത് ആരാണ്? ഉത്തരം ഗവർണർ. 46. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ഭരണഘടനാ ഷെഡ്യൂളുകളുടെ എണ്ണം എത്ര? ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ഭരണഘടനാ ഷെഡ്യൂളുകളുടെ എണ്ണം എത്ര? ഉത്തരം 8 ഷെഡ്യൂളുകൾ. 47. കേരളത്തിൽ മുസ്ലിങ്ങളുടെ എണ്ണത്തിൽ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത്? കേരളത്തിൽ മുസ്ലിങ്ങളുടെ എണ്ണത്തിൽ ഏറ്റവും കൂടുതലുള്ള ജില്ല മലപ്പുറം. 48. ഹാരപ്പ കണ്ടെത്തിയ വർഷം. ഉത്തരം 1921. 49. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചത് ആര്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചത് ആര്? ഉത്തരം കെ കരുണാകരൻ. 50. സംസ്ഥാന മന്ത്രിസഭയുടെ തലവൻ ആര്? സംസ്ഥാന മന്ത്രിസഭയുടെ തലവൻ ആര്? ഉത്തരം മുഖ്യമന്ത്രി. താങ്ക് യു.